പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പുൽമെത്തയിൽ പിറന്ന പൊന്നുണ്ണീശോയേ, എന്നേരവും സ്തുതി ആരാധന. കന്യകാമേരി തൻ പ്രിയസുതനേശുവേ, എന്നേരവും സ്തുതി ആരാധന. തച്ചൻ്റെ മകനായി വളർന്ന ഈശോയേ, എന്നേരവും സ്തുതി ആരാധന. സ്നേഹത്തിൻ പ്രണാമം പകർന്ന സദ്ഗുരുവേ, എന്നേരവും സ്തുതി ആരാധന. ദൈവഹിതമലിവാൻ വ്യാഖ്യാനിച്ച ഗുരുവേ, എന്നേരവും സ്തുതി ആരാധന. വഴിയും സത്യവും ജീവനുമാമേശുവേ, എന്നേരവും സ്തുതി ആരാധന. ശിഷ്യരുടെ പാദങ്ങൾ കഴുകിയ ഗുരുവേ, എന്നേരവും സ്തുതി ആരാധന. മുൾമൂടി തന്നവഹേളനം ശാന്തനായി സഹിച്ചവനെ, എന്നേരവും സ്തുതി ആരാധന. 3 വട്ടം കുരിശാൽ വീണു പിടഞ്ഞവനെ, എന്നേരവും സ്തുതി ആരാധന. കുരിശിൻ്റെ മാറിൽ തറയ്ക്കപ്പെട്ടവനെ, എന്നേരവും സ്തുതി ആരാധന. ചെന്നീണം വാർന്ന് കുരിശിൽ മരിച്ചവനെ, എന്നേരവും സ്തുതി ആരാധന. മൃത്യുവിൽ നിന്നും 3-ാം നാളുയിർത്തവനെ, എന്നേരവും സ്തുതി ആരാധന. ഒപ്പമായി തീരാൻ അപ്പമായി തീർന്നവനെ, എന്നേരവും സ്തുതി ആരാധന. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. തിരുവോസ്തിയായി ദിവ്യകാരുണ്യമായി ഞങ്ങൾക്ക് മധ്യേ കടന്നു വന്ന എൻ്റെ പൊന്നീശോയെ, നിന്നെ ഞങ്ങൾ ആരാധിക്കട്ടെ. ഈശോയെ, നീയാണ് ഞങ്ങളുടെ സൃഷ്ടാവ്, നീ മാത്രമാണ് ഞങ്ങളുടെ പരിപാലകൻ.
നിമിഷങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോൾ ഞങ്ങളെ തന്നെ ഈ തിരുമണിക്കൂറിൽ നിന്റെ പാദത്തിങ്കിൽ സമർപ്പിച്ചുകൊണ്ട് ഈ മണിക്കൂറിനെ അനുഗ്രഹത്തിൻ്റെ മണിക്കൂറാക്കുവാൻ ഞങ്ങൾ നിന്നിലേക്ക് പൂർണ്ണമായും ശരണപ്പെടുന്നു. ഈശോയെ, നീ വിശുദ്ധ ഫൗസ്റ്റീനായോട് പറഞ്ഞു വെച്ചില്ലേ, 3 മണിയടിക്കുമ്പോൾ എൻ്റെ കരുണയിൽ അലിഞ്ഞു ചേരണമെന്ന്, എൻ്റെ കരുണയിൽ അലിഞ്ഞു ചേരണമെന്ന നിൻ്റെ ഹിതത്തിനനുസരിച്ച് ഞങ്ങളിതാ നിൻ്റെ മുൻപിൽ വന്നണഞ്ഞിരിക്കുകയാണ്. നീ ഞങ്ങളോട് ഓർമ്മിപ്പിക്കുന്നത് ഈ ലോകം മുഴുവനും വേണ്ടി കരുണയ്ക്കായി യാചിക്കുക. ഈശോയെ, ഈ തിരുമണിക്കൂറിൽ ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഈ ലോകം മുഴുവനും വേണ്ടി നിന്റെ തിരുസന്നിധിയിൽ നിന്റെ കരുണയ്ക്കായി യാചിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. തുടർന്ന് നീ ഫൗസ്റ്റീനായോട് പറഞ്ഞു വെച്ചു, സാധിക്കുമെങ്കിൽ നീ ആയിരിക്കുന്നിടങ്ങളിൽ കുരിശിൻ്റെ വഴി ചെല്ലിയോ, ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കുമെങ്കിൽ വിശുദ്ധ കുർബാനയുടെ മുൻപിൽ നിന്റെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന്. ഈശോയെ, ഇന്ന് ഈ ആരാധനയിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. ദൃശ്യമാധ്യമങ്ങളിലൂടെ ഞങ്ങൾ നിന്നെ കണ്ട് ആരാധിക്കുകയാണ്. ഇഷക്കേന ചാനലിലൂടെ ഞങ്ങൾ ഈ ആരാധനയിൽ പങ്കെടുക്കുകയാണ്. ഈശോയെ, ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, പൂർണ്ണമായും നിന്നോട് ചേർന്നിരിക്കണം. നീ വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ, മുന്തിരിവള്ളി ശാഖയോട് ചേർന്നിരിക്കുമ്പോൾ അത് ഫലം പുറപ്പെടുവിക്കുമെന്ന്. ഈശോയെ, നല്ല ഫലം ചൂടുവാനായിട്ട് ഈ മണിക്കൂറിൽ നിന്നോട് ഞങ്ങൾ ചേർന്നിരിക്കട്ടെ. ആയിരിക്കുന്നിടങ്ങളിൽ ഞങ്ങളുടെ കൈകളിലുള്ള ജപമാലകൾ എടുത്തുകൊണ്ട് ദിവ്യകാരുണ്യ സന്നിധിയിൽ കരുണയുടെ ജപമാല ചൊല്ലി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് നാളെ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാളന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഈശോയെ, ഞങ്ങൾ വളരെ നന്ദി നിറഞ്ഞ മനസ്സോടെ ഈ ആരാധനയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞൊരു വർഷക്കാലം ദൈവമേ, നീ ഞങ്ങൾക്ക് ദാനമായി നൽകിയ നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയട്ടെ. ഈശോയെ, ഈ കരുണയുടെ ഒന്നാം രഹസ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ കഴിഞ്ഞൊരു വർഷക്കാലം നിന്റെ സ്നേഹത്തിനെതിരെ ചരിച്ചുപോയ നിമിഷങ്ങളെ ഓർത്ത് പശ്ചാത്താപിക്കുന്ന ഹൃദയമായിട്ട് നിന്റെ പക്കൽ വന്നണയട്ടെ. അങ്ങനെ ഞങ്ങൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്.
ഞങ്ങളുടെ വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ചിന്ത കൊണ്ട് വന്നുപോയ പാപങ്ങൾ ഈശോയെ നിൻ്റെ കരുണയുടെ സാഗരത്തിൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് യാചിച്ചുകൊണ്ട് ഈശോയെ വചനം പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 22:37 നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണശക്തിയോടെ നീ സ്നേഹിക്കണം, ആരാധിക്കണം. ഈശോയെ ഈ നിമിഷങ്ങളിൽ നിന്നെ ആരാധിക്കുവാനും നിന്നെ സ്നേഹിക്കുവാനും അതിലേറെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയ ചെറിയ ഒരു പക്ഷേ മാരകമായ പാപാവസ്ഥകളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ട് ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ നിൻ്റെ കരുണയുടെ സാഗരത്തിൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് ഈ ദിവ്യരഹസ്യത്തിൽ താഴ്മയോടെ പ്രാർത്ഥിക്കട്ടെ. നിത്യപിതാവേ, ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങേറ്റവും വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. രണ്ടാം രഹസ്യത്തിൽ നമുക്ക് നമ്മുടെ നിയോഗങ്ങളോടൊപ്പം തന്നെ ഓൺലൈനിലൂടെ പ്രാർത്ഥനാ സഹായം ചോദിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കാം. പ്രത്യേകിച്ച് ബിസിനസ് സ്ഥാപനങ്ങളിൽ നിന്നും കുടുംബങ്ങളിലൊക്കെ ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധി മാറുവാനായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. യെശയ്യാ 41:10 പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കൂടെയുണ്ടാകുന്ന ആ വലിയ സ്നേഹത്തെയാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. ഇമ്മാനുവലായി അവൻ എന്നോട് കൂടെയുണ്ട്. ഈശോയെ നീ എന്നോട് കൂടെയുണ്ടെന്ന ബോധ്യത്തോടെ ഈശോയെ നിന്റെ മുൻപിൽ ഞങ്ങളുടെ നിയോഗങ്ങളോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ഓൺലൈനിലൂടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങൾ, അതോടൊപ്പം തന്നെ കുടുംബങ്ങളുടെ കടബാധ്യതകൾ ഈശോയെ നിന്റെ തിരു സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ ഈ ബുദ്ധിമുട്ടുകളെല്ലാം മറികടക്കുവാനായിട്ട് നിന്റെ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ എന്ന് യാചിച്ചുകൊണ്ട്, ഞങ്ങളുടെ മേൽ ഈശോയെ നീ കരുണയായിരിക്കണമേ എന്ന് യാചിച്ചുകൊണ്ട്, നിത്യപിതാവേ, ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങേറ്റവും വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. മൂന്നാം രഹസ്യത്തിൽ ഏറെ പ്രത്യേകമായിട്ട്
ഒത്തിരി മക്കൾ അവരുടെ നിയോഗങ്ങൾ നിന്റെ മുൻപിൽ സമർപ്പിച്ചിട്ടുണ്ട്, വിവാഹം കഴിഞ്ഞു കിട്ടുവാനായിട്ട്. ഈശോയെ, എത്രയോ യുവതി യുവാക്കൾ വിവാഹത്തിലേക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും തടസ്സങ്ങൾ കാരണം വിവാഹം എന്ന കൂദാശയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. ഈശോയെ, നിന്റെ കരുണയിലേക്ക് ഈ മക്കളെ നീ തന്നെ ആനയിക്കണമേ. അങ്ങനെ വിവാഹം എന്ന കൂദാശയിലേക്ക് ഈ മക്കളെ നീ കൈപിടിച്ച് വളർത്തണമേ എന്നും, അതോടൊപ്പം തന്നെ കുടുംബങ്ങളിലെ മക്കളെ നൽകി കൂടുതൽ അനുഗ്രഹം നൽകി ഓരോ കുടുംബത്തെയും കാത്തു സൂക്ഷിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കട്ടെ. കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ വിവാഹം കഴിഞ്ഞിട്ടും മക്കളില്ലാതെ വേദനിക്കുന്ന ദമ്പതിമാർ. ജെറമ്യായുടെ പുസ്തകം 29-ാം അധ്യായം 11-ാം തിരുവചനം, നിങ്ങളെക്കുറിച്ചുള്ളൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളൊരു നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി. കർത്താവേ, നിന്റെ പദ്ധതിക്ക് അനുസരിച്ച് ഈ മക്കൾ ജീവിക്കുവാനായിട്ട് ഈശോയെ ഈ മക്കളുടെ മേൽ നീ കരുണയായിരിക്കണമേ, ഈ മക്കളോടൊപ്പം നീ കൂട്ടായിരിക്കണമേ എന്ന് യാചിച്ചുകൊണ്ട്, നിത്യപിതാവേ, ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങേറ്റവും വത്സലസുതൻ ഞങ്ങളെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയെ, ഈ വർഷത്തിന്റെ സമാപന മണിക്കൂറിലാണ് ഞങ്ങളായിരിക്കുക. ഞങ്ങള് നിന്റെ മുൻപിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് വലിയൊരു സംരക്ഷണം നീ നൽകണമേ എന്ന് ദാഹത്തോടെ പ്രാർത്ഥിക്കുക. രോഗങ്ങളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന്, മറ്റ് ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ ഈശോയെ നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ എന്ന ദാഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. ബാറൂക്കിന്റെ പുസ്തകത്തിൽ നീ പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ, എൻ്റെ ദൂതൻ നിങ്ങളുടെ കൂടെയുണ്ട്, അവൻ നിങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കുമെന്ന്. ഈശോയെ, ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപക്ഷെ രോഗത്തിൻ്റെതായ, പാപത്തിൻ്റെതായ ചതിക്കുഴികൾ കടന്നു വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ കടന്നു വരുമ്പോൾ ഈശോയെ നീ തന്നെ ഞങ്ങളെ കാത്തുകൊള്ളണേ എന്ന് യാചിച്ചുകൊണ്ട്, നീ തന്നെ ഞങ്ങളുടെ കരങ്ങൾ പിടിച്ചു നയിക്കണമേ എന്ന് യാചിച്ചുകൊണ്ട്, നിത്യപിതാവേ, ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങേറ്റം വത്സലസുതനെ ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും
ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയെ, അഞ്ചാം രഹസ്യത്തിലേക്ക് ഞങ്ങൾ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ ഏറെ പ്രത്യേകമായിട്ട് ഈ ദിവസങ്ങളിൽ തിരുപ്പട്ടം സ്വീകരിക്കുന്ന എല്ലാ വൈദികാർത്ഥികളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. നിന്നോട് ചേർന്നിരിക്കുവാനും നിന്നെ പകർന്നു കൊടുക്കുവാനുമുള്ള വലിയ കൃപ എല്ലാ വൈദികർക്കും വൈദികാർത്ഥികൾക്കും നൽകി അനുഗ്രഹിക്കണമേ എന്ന ദഹത്തോടെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഈശോയെ, ഇനിയും ധാരാളം ദൈവവിളികൾ നീ നൽകി സഭയെ ശക്തിപ്പെടുത്തണമേ എന്ന ദഹത്തോടെ പ്രാർത്ഥിക്കുക. സന്യാസത്തിലേക്ക്, പൗരോഹിത്യത്തിലേക്ക് ഒക്കെ അനേക മക്കളെ നീ മാടി വിളിക്കണമേ, അഭിഷേകം ചെയ്യണമേ എന്ന് ദാഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങ് വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ, 1 തെസ്സലോനിയൻ 5:24, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്. ഈശോയെ, ആ വിശ്വസ്തത ഞങ്ങളുടെ ജീവിതത്തിലും പുലർത്തുവാൻ, വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ, വിവേകത്തോടെ ജീവിക്കുവാൻ ഈശോയെ നീ കരുണയായിരിക്കണമേ എന്ന് യാചിച്ചുകൊണ്ട് നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങേറ്റം വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ
അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയെ, നീ നൽകിയ ഈ അവസരം ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ നീ നൽകിയ അനുഗ്രഹങ്ങളുടെ മുൻപിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. ഏറെ പ്രത്യേകമായിട്ട് ഈ പുതുവർഷത്തിനായിട്ട് ഞങ്ങൾ ഒരുങ്ങുമ്പോൾ വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിലെ 16-ാം അധ്യായം 5 മുതൽ 15 വരെയുള്ള തിരുവചനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നീ ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. വിശ്വനാഥ, രൂപരഹിതമായ പ്രപഞ്ചത്തിൻ്റെ മേൽ നിന്റെ ആത്മാവ് വന്ന് പതിച്ചപ്പോൾ ഈ പ്രപഞ്ചമുണ്ടായി, ജീവനുണ്ടായി. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ഈ പ്രപഞ്ചത്തിൽ ജീവന്റെ അംശമുണ്ടായത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം മൂലമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്,
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് പറയുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം മൂലമാണ് ജീവൻ ഉണ്ടാകുന്നത് എന്ന്. തുടർന്ന് ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് വ്യക്തമാകുന്നുണ്ട്. പഴയ നിയമത്തിൽ ഉടനീളം നമ്മൾ കാണുന്നതും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന. നമുക്കറിയാം ആദ്യത്തെ 5 പുസ്തകത്തെക്കുറിച്ച്. തുടർന്ന് നമ്മൾ കാണുന്നതൊക്കെ പ്രവാചക പുസ്തകങ്ങളാണ്. അവിടെയൊക്കെ പ്രവാചകന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ സ്വരമായിരുന്നു പ്രവാചകന്മാരെന്ന് പറയുന്നത്. തുടർന്ന് നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, മറിയത്തിൻ്റെ ഉദരത്തിൽ രക്ഷകൻ ഉരുവാകുന്നത് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ മൂലമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലാണ് അവിടെ ഈശോയ്ക്ക് അല്ലെങ്കിൽ പരിശുദ്ധമ്മയുടെ ഉദരത്തിലേക്ക് ഈശോ കടന്നു വരുന്നത്. എത്രയോ വലിയ ഇടപെടലാണ് പരിശുദ്ധാത്മാവ് അവിടെ നടത്തുക. തുടർന്ന് മാർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ മാമോദീസ വേളയിൽ സഹായനായ പരിശുദ്ധാത്മാവ് ഇതാ കടന്നു വരികയാണ്. തുടർന്ന് ഈശോയെ സുവിശേഷ പ്രസംഗത്തിനായിട്ട് ശക്തിപ്പെടുത്തുന്നതും ലൂക്കായുടെ സുവിശേഷം 4:18 നമ്മൾ കാണുന്നുണ്ട്. അതും പരിശുദ്ധാത്മാവ് തന്നെയാണ്. ഇങ്ങനെ ഈശോയുടെ ജീവിതത്തിലും നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആ ഇടപെടൽ, അവരൊന്നായിരിക്കുന്ന അവസ്ഥ. തുടർന്ന് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ അപ്പസ്തോലന്മാര് പുതിയ ജീവിതം ആരംഭിച്ചതും പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ മൂലമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അപ്പസ്തോലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ അവർ ഒരു പുതിയ ഗണമായി തീർന്നു, കൃപ നിറഞ്ഞവരായി തീർന്നു. ഈ പുതുവർഷത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആത്മാവ് വന്നു നിറയുവാനായിട്ട് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആത്മാവ് വന്നു നിറയുവാനായിട്ട്. ഇനി പരിശുദ്ധാത്മാവ് വന്നു നിറയുമ്പോൾ എന്താ നമ്മിൽ സംഭവിക്കുന്നത് എന്ന് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. അവൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് അവൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നന്മയേതാ, തിന്മയേതാ, ശരിയേതാ, തെറ്റേതാ, സത്യമേതാ, അസത്യമേതാ എന്ന് നമുക്ക് മനസ്സിലാക്കാതെ പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, ഓ പരിശുദ്ധാത്മാവേ എന്നിലേക്ക് കടന്നു വരണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന്. നമ്മുടെ ജീവിതത്തിൽ ബോധ്യങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥ കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവാണ് നമുക്ക് ബോധ്യങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ അവിടെ 8-ാം തിരുവചനം പറഞ്ഞു വെക്കുന്നുണ്ട്, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തുമെന്ന്. ഇന്നത്തെ സമൂഹത്തിൽ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നത് ബോധ്യങ്ങളാണ്. നല്ല ബോധ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നന്മയിൽ നിന്ന് തിന്മയിലേക്ക് പോകുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ പുതുവർഷത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ പരിശുദ്ധാത്മാവെ നല്ല ബോധ്യങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ നല്ല ബോധ്യങ്ങളിലൂടെ ജീവിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിനായിട്ട് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഇന്നിൻ്റെ മക്കള് സാക്ഷ്യ ജീവിതം നയിക്കുവാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളൊക്കെ സാക്ഷ്യ ജീവിതം നയിക്കേണ്ടവരാണ്. ഈ സാക്ഷ്യ ജീവിതത്തിന് ശക്തി നൽകുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ് എന്ന് ഒരിക്കൽ കൂടെ ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലെ 16-ാം അധ്യായത്തിലെ 13-ാം തിരുവചനം പറയുന്നുണ്ട്, സത്യാത്മാവ് വരുമ്പോൾ നിങ്ങൾ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുമെന്ന്. സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക്. അവിടെ അപൂർണതയില്ല. അങ്ങനെ ഒരു സാക്ഷ്യ ജീവിതം നയിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുകയാണ്. നമ്മളൊക്കെ മറ്റുള്ളവരെ കണ്ടുപഠിക്കുന്നവരാ, അവരുടെ നല്ല മാതൃകകൾ നമ്മൾ പിഞ്ചുന്ന ചെല്ലുന്നവരാ. നമ്മുടെ ജീവിതത്തിലും സാക്ഷ്യം വഹിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. ആ സാക്ഷ്യ ജീവിതം മറ്റുള്ളവർക്ക് ഒരു വഴികാട്ടിയാകണമെന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. അങ്ങനെ നമ്മുടെ ജീവിതത്തില് ഈ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ മൂലം നല്ല കാര്യങ്ങൾ പഠിച്ച് നല്ല ബോധ്യത്തിൽ വളർന്ന് സാക്ഷ്യം വഹിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പ്രത്യേകിച്ച് ഈ പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും ഉണ്ടാകട്ടെ എന്ന ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ഈ ആരാധനയിൽ പ്രത്യേകമായിട്ട് ആത്മാവിൻ്റെ നിറവിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്.
പ്രിയ സഹോദരങ്ങളെ, ആത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മൾ പരിപൂർണതയിലേക്ക് നയിക്കപ്പെടുകയാണ്. ഇനി ആത്മാവ് വന്നു കഴിയുമ്പോൾ നമുക്ക് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധവും ദൃഢമാക്കുവാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ പറയുന്നത്, ദൈവത്തെ ഒന്ന് കാണുവാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല, എനിക്ക് ഈശോയെ ഒന്ന് കാണുവാൻ സാധിക്കുന്നില്ല, ഈശോയുടെ അടുത്തെത്തുവാൻ സാധിക്കുന്നില്ല. നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധം ദൃഢമാക്കുവാൻ നിന്റെ സഹായകനെ എന്നിലേക്ക് നൽകണമേ എന്നത് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. അങ്ങനെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതോടൊപ്പം തന്നെ മനുഷ്യനും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുന്നതും ഈ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ മൂലമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ മൂലം നമ്മുടെയൊക്കെ ജീവിതത്തിലെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ദൈവ മനുഷ്യ ബന്ധം, പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം എത്രമാത്രം ദൃഢമാകുന്നോ അതുപോലെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ദൃഢമാകുവാൻ, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ദൃഢമാകുന്ന പോലെ തന്നെ മനുഷ്യനും തമ്മിലുള്ള ബന്ധം ദൃഢമാകുവാനായിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവിനായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാരൂപിയുടെ ദാനങ്ങളായ ജ്ഞാനം, ബുദ്ധി, ആലോചന, അറിവ്, ആത്മശക്തി, ഭക്തി, ദൈവഭയം നമ്മിൽ നിറയുവാനായിട്ട്, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമ്മിൽ ഉണ്ടാകുവാനായിട്ട്, ആ വലിയ നിറവ് നമ്മിൽ സംഭവിക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് കരങ്ങളടിച്ച് പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് കടന്നു വരണമേ എന്ന് നമുക്ക് സന്തോഷത്തോടെ ദൈവത്തിന്റെ ആത്മാവ് എന്നിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിക്കാം. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, ചേർന്ന് പാടും. പുതിയൊരു ശക്തിയിലുണരാൻ കൃപ നീ ചൊരിയണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാൻ കൃപ നീ ചൊരിയണമേ. ചേർന്ന പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. ദാഹത്തോടെ നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഒരിക്കൽ കൂടെ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. യോർദാൻ നദിയിലന്ന് പറന്നിറങ്ങിയപ്പോ പരിശുദ്ധാത്മാവിന്റെ നിറവ് സംഭവിക്കട്ടെ. ആഗതനാകണമേ. ഓ പരിശുദ്ധാത്മാവേ, നദിയിലന്ന് പറന്നിറങ്ങിയപ്പോ വരദാനങ്ങളുമാ ആഗതനാകണമേ. മാലിന്യങ്ങളകറ്റി ആസക്തിയിലുറയ്ക്കാൻ കൃപ നീ ചൊരിയണമേ. ഒരിക്കൽ കൂടെ മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി വിശ്വാസത്തിലുറയ്ക്കാൻ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. കരങ്ങൾ വീശി നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഒരിക്കൽ കൂടെ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഒറ്റ വിളി പരിശുദ്ധാത്മാവേ.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മാവേ നിറയണമേ, സഭയുടെ മേൽ നിറയണമേ, ആത്മാവേ നിറയണമേ. സംഭവിക്കട്ടെ, ആത്മാവിന്റെ അഭിഷേകം സംഭവിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഈ ആരാധനയിൽ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുകയാണ്. ഒത്തിരിയേറെ മക്കൾ അവരുടെ നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. ഏറെ പ്രത്യേകമായിട്ട് വേദനയോടെയാണ് ഇപ്പോൾ സഭ കടന്നു പോകുന്നത്. നമ്മളൊക്കെ ഏറെ സ്നേഹിക്കുന്ന, നമ്മളെയൊക്കെ സ്നേഹിച്ച, അതിലേറെ സഭയെ പടുത്തുയർത്തിയ ബെനഡിക്ട് 16 മാർപ്പാപ്പ ഇന്ന് ഈ നിമിഷം സ്വർഗത്തിലേക്ക് കടന്നുപോയി. ആ പിതാവിൻ്റെ ആത്മശാന്തിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ മാർപ്പാപ്പയിലൂടെ സഭയ്ക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ദൈവസന്നിധിയിൽ നന്ദിയോടെ ഓർക്കാം. ബെനഡിക്ട് 16 മാർപ്പാപ്പ സഭയെ സ്നേഹിച്ചു. അതിലേറെ ഒത്തിരിയേറെ ബോധ്യങ്ങളിലൂടെ നമ്മെ വളർത്തി. അദ്ദേഹത്തെക്കുറിച്ച് ഒത്തിരി പേര് പറയുന്നത് അദ്ദേഹം നല്ലൊരു തിയോളജി, ദൈവശാസ്ത്രം, ദൈവത്തെ അറിഞ്ഞ വ്യക്തി, ദൈവത്തെ ഏറ്റവും അടുത്തറിഞ്ഞ വ്യക്തി. അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചവരൊക്കെ ഇന്നൊത്തിരി വേദനിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വേർപാടിൽ. മാർപ്പാപ്പയുടെ ജീവിതം അനുഗ്രഹമായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ ഒത്തിരിയേറെ സമയങ്ങളിൽ ഇവിടെ 16 മാർപ്പാപ്പയുമായിട്ട് സമയം ചെലവഴിച്ചിട്ടുണ്ട്. ഈ സമയം നമ്മിൽ നിന്ന് കാലം ചെയ്ത ബെനഡിക്ട് 16 മാർപ്പാപ്പയെ സമർപ്പിക്കുക. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. സഭയിൽ വിശുദ്ധിയോടെ ജീവിച്ചതുകൊണ്ട് ഒരു തുടർന്നുള്ള ജീവിതവും സ്വർഗത്തിൽ ദൈവപിതാവിനോടൊപ്പം ആയിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങുമ്പോൾ ആത്മധൈര്യം ലഭിക്കുവാൻ, അതോടൊപ്പം തന്നെ കൂടുതൽ ശക്തിയോടെ സഭയെ നയിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതോടൊപ്പം തന്നെ നമ്മുടെ നിയോഗങ്ങളും സമർപ്പിക്കാം. ഒത്തിരിയേറെ മക്കൾ അവരുടെ വേദനകൾ എല്ലാം ഈ ആരാധനയിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട്. പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കൾ പ്രാർത്ഥിക്കുവാനായിട്ട് ഇന്ന് കടന്നു വന്നിരിക്കുന്നുണ്ട്. എൻട്രൻസ് എക്സാമിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ, മറ്റ് പരീക്ഷകൾക്കായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിട്ടുമാറാത്ത പനി, ഇതുമൂലം കഷ്ടപ്പെടുന്ന ഒത്തിരിയേറെ മക്കൾ, നട്ടെല്ലിൻ്റെ വേദന കാരണം ഒത്തിരി വേദന അനുഭവിക്കുന്ന കുട്ടികൾ, കടബാധിത മൂലം കഷ്ടപ്പെടുന്ന കുടുംബങ്ങൾ, വ്യക്തികളെ, വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളുണ്ടാകാതെ ഒരവസ്ഥ, ആ കുടുംബങ്ങളെ സമർപ്പിക്കാം. മാതാപിതാക്കളെ സമർപ്പിക്കാം. മദ്യപാനത്തിൻ്റെ, മയക്കുമരുന്നിൻ്റെ, മറ്റ് ദുശീലങ്ങളുള്ളവരെ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകുവാനായിട്ട് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. മക്കളെക്കുറിച്ചുള്ള ആശങ്കയുള്ള മാതാപിതാക്കളുടെ പ്രാർത്ഥനകൾ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനായിട്ട് ദാഹത്തോടെ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ധനമോഹവും ജഡികാസക്തിയും മൂലം കഷ്ടപ്പെടുന്നവരെ, ആ വലിയ ബന്ധനത്തിലായിരിക്കുന്നവരെ ദൈവത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എക്സാമുകളുടെ റിസൾട്ടിനായിട്ട് കാത്തിരിക്കുന്നവരെ, ഈശോയെ നീ ആഗ്രഹിക്കുന്ന വിജയം നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ജോലിക്കായിട്ട്
കഷ്ടപ്പെടുന്ന മക്കളുണ്ട്. നല്ലൊരു ജോലി നൽകി, സാമ്പത്തിക ഭദ്രത നൽകി അനുഗ്രഹിക്കണമേ. ആക്സിഡൻ്റ് മൂലം ഒത്തിരിയേറെ കഷ്ടപ്പെടുന്ന മക്കളെ ഈശോയെ നീ തന്നെ സൗഖ്യപ്പെടുത്തണമേ. നിരാശയുടെ പടുകുഴിയിൽ നിന്ന് പ്രത്യാശയുടെ ലോകത്തിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും ആനയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിട്ടുമാറാത്ത രോഗങ്ങൾ ഈശോയെ ഈ പുതുവർഷത്തിൽ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ ജോലി മേഖലയിലേക്ക് ഇറങ്ങുവാനുള്ള ഭയമുള്ള വ്യക്തികളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നിൻ്റെ ഇടപെടൽ ഈ മക്കൾക്ക് ലഭിക്കട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ കൊച്ചു കൊച്ചു നിയോഗങ്ങളും വേറെ പ്രത്യേകമായിട്ട് കത്തോലിക്ക സഭയുടെ എല്ലാ നിയോഗങ്ങളും നമുക്ക് വേണ്ടി ജീവിച്ച് ഇനി സ്വർഗത്തിലേക്ക് കടന്നുപോയി നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുവാനായിട്ട് നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ബെനഡിക്ട് 16 മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ നിന്റെ കരുണയുടെ കടലിൽ ഞങ്ങളെ കഴുകി സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ഏറ്റുചൊല്ലാം. ഈശോയെ ഈശോയെ അങ്ങയുടെ സൗഖ്യദായകവും വിശുദ്ധവുമായ തിരുരക്തം എൻ്റെ എല്ലാ അവസ്ഥകളിലേക്ക് പ്രവഹിക്കട്ടെ പ്രവഹിക്കട്ടെ. അങ്ങയുടെ സൗഖ്യദായകവും വിശുദ്ധവുമായ തിരു ശരീരം എൻ്റെ ജീവിതത്തിലെ ദുർബലമായ ശരീരത്തിലെ ആരോഗ്യത്തിലെ ഊർജ്ജസ്വലതയും ജീവനുള്ളതുമായ ശരീരവുമായി രൂപാന്തരപ്പെടുത്തട്ടെ. അങ്ങ് തിരുമനസ്സാകുന്നുവെങ്കിൽ ഒരിക്കൽ കൂടെ എന്നിലേക്ക് ആത്മാവും ജീവനും ആരോഗ്യവും ഒഴുക്കിത്തരണമേ ഒഴുക്കിത്തരണമേ. ഈശോയെ ഈശോയെ ഏറെ പ്രത്യേകമായി ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ വത്സല പിതാവ് ബെനഡിക്ട് 16 മാർപ്പാപ്പയെ ഈശോയെ നിന്റെ സന്നിധിയിലേക്ക് സ്വീകരിക്കണമേ സ്വീകരിക്കണമേ. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദൈവസന്നിധിയിലേക്ക് പൂർണ്ണമായി അർപ്പിക്കുന്നു അർപ്പിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയേ നിന്റെ സംരക്ഷണം ഈശോയെ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. ഈശോയെ നിന്റെ തിരു രക്തത്താൽ ഞങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ വേദനയിലേക്ക് നീ കടന്നു വരണമേ. ഒറ്റപ്പെടലിലേക്ക് കടന്നു വരണമേ. പ്രത്യാശ നൽകി അനുഗ്രഹിക്കണമേ ഈശോയെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയേ കരുണാമയ കനിയണമേ. ദൈവപിതാവേ കനിയേണമേ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കരുണയായിരിക്കണമേ. ഞങ്ങളിൽ കരുണയായിരിക്കണമേ. ഒരിക്കൽ കൂടെ കരുണാമയ കനിയണമേ. ദൈവപിതാവേ കനിയേണമേ. കരുണയായിരിക്കണമേ. ഞങ്ങളിൽ കരുണയായിരിക്കണമേ. കരുണാമയ കനിയണമേ. ദൈവപിതാവേ കനിയേണമേ. കരുണയായിരിക്കണമേ. ഞങ്ങളിൽ കരുണയായിരിക്കണമേ. ഒരിക്കൽ കൂടെ നമ്മുടെ
മനസ്സിൻ്റെ ഉള്ളിലെ എല്ലാ ആഗ്രഹങ്ങളും ഈശോയ്ക്ക് സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം. ഏറെ പ്രത്യേകമായിട്ട് ആത്മാർത്ഥമായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. നമുക്ക് എത്രയോ ദുർഘടമായ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്തപ്പോഴും ഈശോ നമുക്ക് സംരക്ഷണമായി. ഏറെ പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ ആത്മശാന്തിക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സഭയുടെ ഒത്തിരിയേറെ ബുദ്ധിമുട്ട് നിമിഷങ്ങളിൽ മാർപ്പാപ്പയായിരുന്ന സമയങ്ങളിലൊക്കെ അദ്ദേഹത്തിലൂടെ പ്രവർത്തിച്ച ആത്മാവിൻ്റെ സാന്നിധ്യത്തെ ഓർത്ത് നമുക്ക് ഈശോയോട് നന്ദി പറയാം. സഭയെ നയിച്ചുകൊണ്ട്, സഭയെ വിശുദ്ധീകരിച്ചുകൊണ്ട് ആ പ്രിയ പിതാവിലൂടെ സഭാമക്കൾക്ക് നൽകപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയെ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞൊരു വർഷക്കാലം നിന്റെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾ ഒത്തിരിയേറെ നന്മ സ്വീകരിച്ചു, അനുഗ്രഹങ്ങൾ സ്വീകരിച്ചു. എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നിന്റെ മുൻപിൽ നന്ദി പറയട്ടെ. ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. കരങ്ങൾ കൂപ്പി എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഈശോയെ, നിന്റെ സ്നേഹത്തിൻ്റെ മുൻപിൽ ഞങ്ങൾ നന്ദി പറയുന്നു. എത്രയോ അനുഗ്രഹങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചു. ഈ വർഷാവസാനത്തിലേക്ക്, അവസാന മണിക്കൂറിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോൾ ആഘോഷത്തിനപ്പുറം അനുഗ്രഹങ്ങൾ ഞങ്ങൾ കാണട്ടെ. ഈ ആഘോഷങ്ങൾക്കപ്പുറം നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾ നന്ദിയോടെ കാണുകയാണ്, ഏറ്റുപറയുകയാണ്. ഞങ്ങളെ കൈപിടിച്ച സ്നേഹത്തിന്, ഞങ്ങളെ കൈപിടിച്ച് നടന്ന സ്നേഹത്തിന്, ഞങ്ങളെ വിശുദ്ധീകരിച്ച സ്നേഹത്തിന്, സൗഖ്യപ്പെടുത്തിയ സ്നേഹത്തിന്, ഞങ്ങളെ കരുതലുള്ള ഞങ്ങൾക്ക് നൽകുന്ന കരുതലിന് ഈശോയെ വ്യക്തിപരമായി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും, അതിലേറെ ഞങ്ങളുടെ കുടുംബത്തിന്, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ഒത്തിരിയേറെ കൃപകൾ നീ നൽകി. ഈശോയെ, ആ കൃപകൾക്ക്, അനുഗ്രഹങ്ങൾക്ക്, നിന്റെ ഇടപെടലിനൊക്കെ നിങ്ങൾ നന്ദി പറയുമ്പോൾ ഈശോയെ, ഇനിയും കൂടുതൽ അഭിഷേകം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഓരോ നിമിഷവും കൂടുതൽ കത്തിജ്വലിക്കേണ്ടവരാണ് ഞങ്ങൾ എന്നുള്ള ബോധ്യത്തിൽ ഈശോ ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ജീവിതങ്ങൾ നിന്റെ തിരുമുൻപിൽ സമർപ്പിച്ചുകൊണ്ട്, ഈശോയെ, നീ മാത്രമാണ് രക്ഷകൻ, നീ മാത്രമാണ് അഭയം. ഈശോയെ, ഒരിക്കൽ കൂടെ ഞങ്ങളെയും ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും, ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ സഭയെയും, ഇപ്പോൾ സഭയെ നയിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈശോയെ, ഞങ്ങളുടെ ഉയർത്തിപ്പിടിച്ച കരങ്ങളിലേക്ക് ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ഒരിക്കൽ കൂടെ വെച്ച് നീട്ടിക്കൊണ്ട് ഈശോയെ, നിന്റെ തിരുസന്നിധിയിൽ ഈശോയെ, ഞങ്ങൾ ആരുമല്ല, നിന്റെ മക്കൾ മാത്രമാണ്. ഈശോയെ, ആ ബോധ്യത്തോടു കൂടെ അപ്പൻ്റെ മുൻപിൽ ഞങ്ങൾ ഒരിക്കൽ കൂടെ ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനായിട്ട്, കൃപകൾ സ്വീകരിക്കുവാൻ, കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിക്കുവാൻ ഈശോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ, ആരാധന, 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 ഹല്ലേലൂയ. നന്ദിയോ
ഹൃദയത്തോട് ചേർത്ത് വെച്ച് എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ, ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഈശോയെ, നിന്റെ അനുഗ്രഹങ്ങൾക്കായി ഒരിക്കൽ കൂടെ ഞങ്ങൾ ശിരസ് നമിക്കട്ടെ. ഈ വർഷത്തിൻ്റെ അവസാന നിമിഷത്തിൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത്, തുടർന്നും കൃപയ്ക്ക് മേൽ കൃപ നൽകി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകി ഞങ്ങളെ നയിക്കണമേ എന്ന്. ഇന്ന് ഞങ്ങളുടെ സന്നിധിയിൽ നിന്ന് ബെനഡിക്ട് 16 മാർപ്പാപ്പയെ നീ വിളിച്ചുവെങ്കിൽ നിന്റെ ഗണത്തിൽ ചേർത്ത് വിശുദ്ധിയുടെ ആ വലിയ പരിമളം നൽകിക്കൊണ്ട് അനുഗ്രഹിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഈശോയെ, നിന്റെ തിരുസന്നിധിയിൽ ഞങ്ങൾ മുട്ടുകൾ മടക്കുകയാണ്. നിന്റെ ആശീർവാദത്തിനായിട്ട് ഞങ്ങൾ മുട്ടുകൾ മടക്കുമ്പോൾ ഈശോയെ, നീ ഞങ്ങളെ ആശീർവദിക്കണമേ. നിന്റെ വലിയ സ്നേഹത്താൽ ഈ പുതുവർഷത്തിൽ അനുഗ്രഹങ്ങൾ നൽകി ഞങ്ങളെ വഴി നടത്തണമേ എന്ന് ഈ ആരാധനയുടെ അവസാന നിമിഷത്തിൽ ഒരിക്കൽ കൂടെ നിന്റെ മുൻപിൽ യാചിച്ചുകൊണ്ട്, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനുനിമിഷവും ദിവ്യകാരുണ്യമായി ഞങ്ങളിൽ നിറയുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.